എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വേവിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് കൊള്ളു വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൊള്ളു ആദ്യം എടുത്ത് ഞാൻ കുറച്ച് കഴുകി വേവിക്കാൻ വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നത് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് ആക്കി, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കുക്കറിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ. ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊള്ളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളി നമുക്ക് വറുത്തിട്ട് ചെയ്യുക, തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ 2-3 ടൈപ്പിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുതിർക്കുക വറുക്കുക ഇതൊന്നും ചെയ്യാണ്ട് നേരെ അങ്ങോട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഒരു 4-5 വിസിലടിച്ചാൽ തന്നെ നമ്മുടെ കൊള്ള് വെന്ത് വരും കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കഷ്ണം ഇതെടുത്തിട്ടുണ്ട്, നമ്മുടെ പൂളക്കിഴങ്ങ് കേട്ടോ. അപ്പം അതിൻ്റെ വാലും തലയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇത് രണ്ടും കൂടിയുള്ള ആ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. എന്തൊക്കെ ഇടന്ന് വന്നിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞ് രണ്ടിനെയും കളഞ്ഞ് ഒരു ചെറിയ കഷ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ കൊള്ളും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു കൊള്ളിയും കൂടിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതെല്ലാം കളഞ്ഞ് കഴുകി നല്ലപോലെ തന്നെ കഴുകി കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വലിയ പീസ് ആക്കുന്നില്ല, ഒരു ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ 4-5 വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഫ്ലെയിമല്ല അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ കൊള്ള് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊള്ളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊള്ളി നിങ്ങൾക്ക് എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ കൊള്ളിയിലേക്ക് കൊള്ളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിലും നന്നായിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ആദ്യം ചേർത്ത കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമുക്ക് ബാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ നമ്മുടെ കൊള്ള് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊള്ളി മാത്രമേ വേവിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ അത് 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ചൂടായി വരട്ടെ പറഞ്ഞിട്ടാണ്. അത് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കുക്കറൊക്കെ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോണ്ട് നമ്മുടെ കൊള്ളും എല്ലാം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കൊള്ളിക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ഒരുപാട് ബ്രൗൺ ആകണ്ട, എന്നാലും നമ്മുടെ പച്ച ചുവയൊക്കെ മാറി ഒന്ന് റെഡിയായി വരണം. ഈ സമയം ഞാൻ നമ്മുടെ ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചത് നമ്മുടെ കൊള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കുക്കറൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊള്ളും കൂടെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുഴഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു അടച്ച് വെച്ച്
ഒരു 5 മിനിറ്റ് അങ്ങനെ ഒരു ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ടാകാറുള്ളത്. ഇപ്പം നമ്മുടെ കൊള്ളും റെഡി ആയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ പരുവത്തിലിരിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എരിവൊക്കെ ചേർത്ത കാരണം അതെല്ലാം പാകമായിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും എരിവൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കൊള്ളും റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണമാണ്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊള്ളും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ. രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു ഒഴിച്ച് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, അതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിലധികം തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെ ചേർത്ത് നമ്മളൊരു 4-5 വിസിൽ ഇതും അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പും തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വന്നോട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വിസിലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയെടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ മൂടി ഇങ്ങനെ ഇതുപോലെ ആകുന്ന സമയത്ത് തുറക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇരിക്കും തോറും നമ്മുടെ പരിപ്പ് കട്ടിയായി പോകും. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ചൂടുവെള്ളമാണ്. എന്നാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ വേവിക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് കൂടെ ചേർത്തത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്, അതാണ് കേട്ടോ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ പരിപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വറവിലേക്ക് വെന്തയം, കടുക്, ഉഴുന്നുപരിപ്പ് അതെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്കൊരു കുഞ്ഞു പിടി ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് മുരിയുന്ന സമയം കൊണ്ട് തന്നെ ഞാനൊരു 1/2 സ്പൂണ് നമ്മുടെ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് കറിയിപ്പോകും. ഇപ്പോഴാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്തതിന് ശേഷം ഞാനൊരു 1/2 സ്പൂണ് നമ്മുടെ സാദാ ജീരകം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലപോലെ തന്നെ എല്ലാം കൂടെ കടന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതെല്ലാം ഏകദേശം പാകമായ സമയത്ത് ഒരു 1/2 സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൊത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലേവറായിട്ട് നിൽക്കുന്നത്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത ഒഴിച്ച് കറിയും കുറച്ച് എരിവോട് കൂടിയുള്ള നമ്മുടെ കൊള്ളിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൊള്ളിയും നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. നല്ല കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത ഒഴിച്ച് കറിയോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ശരി, ചോറിൻ്റെ കൂടെയും ശരി, പഴങ്കഞ്ഞിയുടെ കൂടെയും ശരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു പെരി പോകും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വറ്റലൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാറ് കറിയും കൂടെ നമ്മൾ
ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടെ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നല്ല ചൂടോട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അക്ഷയയ്ക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളും കൂടെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണം. ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. അധികം മസാലയൊന്നുമില്ല, അത്യാവശ്യത്തിന് എരിവൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.